പയ്യാമ്പലത്ത് ചിരട്ടയും വിറകും ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കോർപ്പറേഷന്റെ കർശന നിർദ്ദേശം. ചിരട്ടയില്ലാതെ തിങ്കളാഴ്ച സംസ്കാരം ഏറെ നേരം വൈകിയത് തർക്കത്തിനിടയാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ചിരട്ടയും വിറകും ഉറപ്പാക്കാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശം. പയ്യാമ്പലം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ വൈകിയതിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ തർക്കത്തിന്റെ ദൃശ്യങ്ങളാണിത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് പയ്യാമ്പലത്ത് വിറകും ചിരട്ടയും ഉറപ്പാക്കാൻ കർശന നിർദ്ദേശം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. ആവശ്യത്തിന് ഇവ സ്റ്റോക്കുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കാണ്. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ആലവിൽ നിന്നുള്ള മൃതദേഹവുമായി ബന്ധുക്കൾ തിങ്കളാഴ്ച വൈകിട്ട് 3:30 പയ്യാമ്പലം ശ്മശാനത്തിൽ എത്തിയപ്പോഴാണ് ചിരട്ടയില്ലാത്തതിനെ തുടർന്ന് സംസ്കാര ചടങ്ങുകൾ 1.5 മണിക്കൂറോളം വൈകിയത്. ചിരട്ട കരാർ കഴിഞ്ഞ ദിവസം അവസാനിച്ചതിനെ തുടർന്ന് പുതുക്കി നൽകിയിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ കോർപ്പറേഷനെ അറിയിച്ചത്. പയ്യാമ്പലത്ത് മൃതദേഹങ്ങളോട് അനാദരവ് കാണിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ നിസ്സംഗത വെടിയണമെന്നും കൗൺസിലർ പി മഹേഷ് ആവശ്യപ്പെട്ടു. ഇത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഈ ചിരട്ട എന്ന് പറയുന്നത് അത്യാവശ്യം ഇവിടെ എത്തിക്കാനുള്ള സാമാന്യ ബോധം ഇല്ലാത്തവരാണോ ഇവിടെ കോർപ്പറേഷനിലെ ജീവനക്കാരും അതോടൊപ്പം തന്നെ ഇവിടെ കരാറുകാരനും എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ മൃതദേഹം സംസ്കരിക്കാനുള്ള വിറക് മാത്രമല്ല, ഈ ചിരട്ടയും കാലാകാലങ്ങളായിട്ട് ഇവിടെ ഉപയോഗിക്കാൻ ഉള്ള ഒരു വസ്തുവാണ്. അത് ആവശ്യാനുസരണം ഈ ശ്മശാനത്ത് ലഭ്യമാക്കാൻ ഇവർക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ കോർപ്പറേഷൻ്റെ കഴിവുകേട് തന്നെയാണ് ഇതിന് പ്രത്യക്ഷത്തിൽ ഉദാഹരണം എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ചിരട്ട എത്തിക്കുന്നതിനുള്ള കരാർ പുതുക്കി നൽകിയതുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് മാത്രമാണ് വൈകിയതെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്നും കൗൺസിലർ അനൂപ് ബാലനും പറഞ്ഞു. അത് വരാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ പഴയ കരാറുകാരുടെ കാലാവധി 14-ാം തീയതി അവസാനിക്കുകയും 13-ാം തീയതി അവസാനിക്കുകയും പുതിയ കരാറുകാരൻ ചിരട്ടയും വിറകും പുതിയ കരാറ് ഉണ്ടാവുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഈ ചിരട്ട ഇറക്കുന്നതിൽ ചെറിയൊരു കുറവ് വരുത്തിയതുകൊണ്ട് ആദ്യത്തെ ഒരു കാര്യം എന്നുള്ള നിലയിൽ ഒരു വേണ്ടുന്ന ചിരട്ട ഇറക്കാൻ വേണ്ടി പറ്റിയില്ല. ബോഡി സാധനം കൊണ്ട് വരുന്ന വഴിയായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി സാധനം ഇവിടെ എത്തി. ഇനി മേലിൽ അങ്ങനെ അത്തരത്തിലുള്ള ഒരു പ്രയാസവും ഇവിടെ സംസ്കാരത്തിന് ഉണ്ടാവില്ല എന്ന് നമ്മളും ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.